സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേത് 70ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 189/2023. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ തന്നിരിക്കുന്നത്: 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തോ, 1-3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തോ, 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രം. 3 എന്ന് പറയുന്നത് 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നതാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. അടുത്ത ചോദ്യം, ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന. ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ തന്നിരിക്കുന്നത് നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, കർഷക സമരമായിരുന്നു, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 4 മാത്രം. 4 ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ശരിയാണ്. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, ശരിയാണ്. കർഷക സമരമായിരുന്നു, ശരിയാണ്. അടുത്ത ചോദ്യം, റൗലറ്റ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: സത്യപാൽ മല്ലിക്, മംഗൾ പാണ്ഡെ, വെല്ലിംഗ്ടൺ പ്രഭു, സൈഫുദ്ദീൻ കിച്ലു. ഇതിൽ റൗലറ്റ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 4ഉമാണ്. 1ഉം 4ഉം. സത്യപാൽ മല്ലിക്, സൈഫുദ്ദീൻ കിച്ലു എന്നിവരാണ് തന്നിരിക്കുന്നതിൽ റൗലറ്റ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ. അടുത്ത ചോദ്യം, പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ്. ക്രിപ്സ് മിഷനാണ്. ക്രിപ്സ് മിഷനെ പിൻതീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ക്രിപ്സ് മിഷനാണ്. അടുത്ത ചോദ്യം, 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപ സമയത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3, 4 എന്നിവരാണ്. 3, 4. ജനറൽ ഭഗത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ജനറൽ ഭഗത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഡൽഹി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ജനതയുടെ മഗ്നാകാട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം മൗലികാവകാശങ്ങളാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മൗലികാവകാശങ്ങൾ. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? റെയിൽവേ ആണ്. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം റെയിൽവേ. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ്?
PB സാവന്താണ്. PB സാവന്താണ് വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. PB സാവന്ത്. വൈകുണ്ഠസ്വാമിയുടെ രചന എന്ത്? വൈകുണ്ഠസ്വാമിയുടെ രചന ഇവിടെ തന്നിരിക്കുന്നത് ദർശനമാല, നവമഞ്ജരി, ആദിഭാഷ, അരുൾ നൂൽ എന്നിവയാണ്. ഇതിൽ വൈകുണ്ഠസ്വാമികളുടെ രചന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 4 മാത്രം. അരുൾ നൂൽ എന്നതാണ് വൈകുണ്ഠസ്വാമിയുടെ രചന. അരുൾ നൂൽ. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? വേലുത്തമ്പിയുമായിട്ട് ചേരാത്ത പ്രസ്താവനകൾ തന്നിരിക്കുന്നത് തിരുവിതാംകൂറിലെ ദളവയായിരുന്നു, മാത്യു തരകനെ സംരക്ഷിച്ചു, മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. ഇതിൽ വേലുത്തമ്പിയുമായിട്ട് ചേരാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 2 മാത്രമാണ്. 2 മാത്യു തരകനെ സംരക്ഷിച്ചു എന്ന് പറയുന്നതാണ് വേലുത്തമ്പിയുമായിട്ട് ചേരാത്ത പ്രസ്താവന. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചിരുന്നത് ഏത് പേരിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചിരുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 2 മാത്രമാണ്. 2 മാത്രം. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക. ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തന്നിരിക്കുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. കാനിങ് പ്രഭുവിന്റെ തീരുമാനമനുസരിച്ചാണ്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ കുറിച്ചാണ്. പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി 1ഉം 3ഉമാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്. അതുപോലെ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്നു. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി? ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ളത് പെരിയാർ നദിയിലാണ്. പെരിയാർ. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ചത്? 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ചത് ഖത്തറാണ്. ഖത്തർ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥ. ഏത് സംവിധാനത്തിന് പകരമാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷന് പകരമാണ്. ആസൂത്രണ കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് ആണ്. PC മഹലാനോബിസ് ആണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ്. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്? ഹരിത വിപ്ലവമാണ്. ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവം. 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്ത്? 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം ഇവിടെ തന്നിരിക്കുന്നത് അക്സാജിൻ പ്രദേശത്തെക്കുറിച്ചുള്ള തർക്കം, അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള തർക്കം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭജനം, ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം.
ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ് 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം. ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. 23 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 24 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായിട്ട് 2016 സ്ഥാനമേറ്റത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായിട്ട് 2016 സ്ഥാനമേറ്റത് ആരാണ്? ഊർജിത് പട്ടേൽ ആണ്. ഊർജിത് ആർ പട്ടേൽ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. മെയ് ജൂൺ മാസങ്ങളിൽ കാണപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഗ്രീഷ്മകാലം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായിട്ട് തിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അടുത്തത്, ആനമുടിയുടെ ഉയരം എത്രയാണ്? ആനമുടിയുടെ ഉയരം 2695 ആണ്. 2695. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ? ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് മറയൂറാണ്. മറയൂർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഭാമറാണ്. ഭാമറിൽ. കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഇടനാടാണ്. ഇടനാട്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചി. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചി. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ആലട്ടി ചുരമാണ്. ആലട്ടി ചുരം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമാണ് ആലട്ടി ചുരം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നു കൊടുത്തത്? ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നു കൊടുത്തത്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൺ ഗർത്തമാണ്. വാർട്ടൺ ഗർത്തം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി പാമ്പാറാണ്. പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദിയാണ് പാമ്പാർ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ്. ഓപ്ഷൻ ഡി സിറസ്. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി PT ഉഷയാണ്. PT ഉഷ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഏതാണ്? സുന്ദരി കണ്ടലാണ്. സുന്ദരി കണ്ടൽ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ ആണ്. സർവേ ഓഫ് ഇന്ത്യ. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യത്തെ ജില്ലയാണ് കോട്ടയം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം.
ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യ സമാജം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. 42ാം ഭരണഘടന ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ. 42ാം ഭരണഘടന ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങളാണ് മതേതരത്വം, സ്ഥിതി സമത്വം എന്നിവ. മതേതരത്വം, സ്ഥിതി സമത്വം. മതേതരത്വം, സ്ഥിതി സമത്വം. മൈക്കൽ ആഞ്ചലോയുടെ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം കരുണ. കരുണ. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജനയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. പദ്ധതി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം അരുൺ ഗോയൽ ആണ്. അരുൺ ഗോയൽ. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ എന്നതാണ്. ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേരാണ് അൽ റിഹ്ല എന്നത്. അൽ റിഹ്ല. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേരാണ് അൽ റിഹ്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ആരാണ്? ശ്യാം ശരൺ നേഗിയാണ്. ശ്യാം ശരൺ നേഗി. മനുഷ്യരിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ. കോമ്പല്ലാണ്. മനുഷ്യരിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല്. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? പ്രസ്താവനകൾ തന്നിരിക്കുന്നത് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീനിന്റെ ധർമ്മം. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 4 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്താണ്? പ്രിയങ്ക ഏത് വിളയുടെ വിത്താണ്? പാവലാണ്. പാവൽ. പ്രിയങ്ക ഏത് വിളയുടെ വിത്താണ്? പാവൽ. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം. ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഹരിത സസ്യങ്ങളാണ്. ഹരിത സസ്യങ്ങൾ. 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? 2021 പരിസ്ഥിതി ദിന സന്ദേശം ഓപ്ഷൻ സി ആണ്. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നതാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. 2023 പരിസ്ഥിതി ദിന സന്ദേശം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏത്? സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശമാണ്. ശ്വാസകോശം.
പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ചത് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ്. ആദ്യമായിട്ട് ബാരോമീറ്റർ നിർമ്മിച്ച അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ടോറിസെല്ലിയാണ് ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ പറയുന്നവയിൽ ഏതാണ്? സോഡിയം ബെൻസോയേറ്റ് ആണ്. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ പറയുന്നവയിൽ ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായിട്ട് പുറത്തു വരുന്നത്? സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ പുറത്തു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായിട്ട് പുറത്തു വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര്? ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് ഇമ്മാനുവൽ ഷാർപെന്റിയർ. രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് ഇമ്മാനുവൽ ഷാർപെന്റിയർ. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂക്കോമൈസോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബ്ലാക്ക് ഫംഗസ് ആണ്. ബ്ലാക്ക് ഫംഗസ്. COVID-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ? COVID-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ കോവാക്സിൻ ആണ്. കോവാക്സിൻ. എംഫിസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാരഘടകം പ്രോട്ടീൻ. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാരഘടകമാണ് പ്രോട്ടീൻ. ഈച്ച പരത്തുന്ന ഒരു രോഗം? ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് കോളറ. ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി? താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതിയാണ് താലോലം. ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം? ചീര. മന്ത് പരത്തുന്ന ജീവി? മന്ത് പരത്തുന്ന ജീവി കൊതുകാണ്. കൊതുക്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം ഏതാണ്? എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് സ്കർവി. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ നമ്പർ? ഹെൽപ്പ് ലൈൻ ആണ് ദിശ. ഹെൽപ്പ് ലൈൻ ദിശ. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ ആണ് ദിശ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, -36. 82ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 100. 83ാമത്തെ ചോദ്യം 83
ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ എ ആണ് 99. ഓപ്ഷൻ എ 99. 84. ഉത്തരം ഓപ്ഷൻ സി 5000. 85-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് 5.5. 86. ഉത്തരം ഓപ്ഷൻ എ 21. 87. ഓപ്ഷൻ സി 170. 88. ഉത്തരം ഓപ്ഷൻ ബി 10. 89. ഉത്തരം ഓപ്ഷൻ സി 35. 90-ാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് 76. 92. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 93 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 94 ഉത്തരം ഓപ്ഷൻ ഡി ആണ് 21. 95 ഉത്തരം ഓപ്ഷൻ എ. 96 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് വെള്ളം. 97 ഉത്തരം ഓപ്ഷൻ ബി ആണ് ആകാശം. 98 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 10. 99 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 50 കിലോമീറ്റർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.